അറബികളും സുഹൃത്തുക്കളും, ബാക്ക്ഗ്രൗണ്ടിലെ കാറും ലൈറ്റും ബെല്ലി ഡാൻസും അറബിക് മ്യൂസിക്കും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു തീമായിട്ട് എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്നത്. സോ ആ ഒരു ഫീൽ ഇത് പൂർണ്ണമായും ഒരു സ്പൈസി അല്ലെങ്കിൽ ഭയങ്കരമായ അറബിക് കുത്തലുള്ള ഒരു പെർഫ്യൂം അല്ല. ചില പെർഫ്യൂം നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ തല പെരുക്കും, അതുപോലെയുള്ളതല്ല. അതുപോലെ ഒരുപാട് സ്പൈസസ് കുത്തി നിറച്ചതല്ല. ഇബ്രാഹിം അൽ ഖുറേഷിയുടെ 2023 ഇറങ്ങിയ ഒരു പെർഫ്യൂമാണ് അറേബ്യൻ ടൊബാക്കോ. പലരുടെ കയ്യിലും ഇല്ല, റിവ്യൂ നോക്കിയാലും വളരെ കുറവാണ് ഇതിന്റെ അഭിപ്രായം പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത 200 ml ആണ് കയ്യിലുള്ളത്. ഇപ്പൊ 200 ml വളരെ അപൂർവമായിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. ഞാനിത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ കയ്യിലുണ്ട്. ചില ഒക്കേഷൻസിലേക്ക് അടിച്ചു നോക്കി. ഇടയ്ക്ക് 2-3 ദിവസം ശക്തമായ മഴ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. ലോഞ്ചിവിറ്റി എങ്ങനെയാണ്, പ്രൊജക്ഷൻ എങ്ങനെയാണ്, മണം എത്തരത്തിലാണെന്നൊക്കെ മനസ്സിലാക്കി. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അറേബ്യൻ ടൊബാക്കോയുടെ ആ ഒരു ലൈനപ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഇബ്രാഹിം അൽ ഖുറേഷിയുടെ ആ ഒരു ലൈനപ്പിൽ വരുന്ന ബോക്സ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിഗാർ ടൈപ്പ് ബോക്സ്, മെക്സിക്കൻ സിഗാർ ടൈപ്പ് ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എക്സ്ട്രാ പെർഫ്യൂം ആണ് കോൺസെൻട്രേഷൻ. സോ ഓയിൽ കോൺസെൻട്രേഷൻ വളരെ സ്ട്രോങ് ആണ്. പിറകിലെ ബാച്ച് കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അറേബ്യൻ ടൊബാക്കോ എന്നുള്ള പേര് കാണാം. വേറൊന്നുമില്ല, ഒരു കാർഡ്ബോർഡ് പെട്ടിക്കാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇവിടെ ഞാനിപ്പോ ട്രൈ ചെയ്തില്ല, പക്ഷെ എങ്കിലും നല്ലപോലെ മണം വരുന്നുണ്ട്. ട്രൈ ചെയ്യാതെ തന്നെ മണം വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് എന്തോ എഴുതിയിട്ടുള്ളത്. സൗദി അറേബ്യയിൽ ഏതൊക്കെയോ എനിക്ക് തോന്നുന്നു അത് നിർമ്മിക്കുന്ന നിർമ്മാണ സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു മാപ്പിന് രണ്ട് സ്പോട്ട് കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയുടെ ഏതൊരു ഭാഗം. പ്രൊഫൈൽ വരുന്നത് സ്വീറ്റ്, വാം, സ്പൈസി, കോഫി, ടൊബാക്കോ, സ്മോക്കി, ആംബർ. ഇതാണ് ഇതിന്റെ പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്മോക്കി ടൊബാക്കോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ആംബറും ചേർത്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന നോട്ട് പ്രകാരം ടോപ്പ് നോട്ടില് നാർസിസസ്, ലിച്ചി, അറേബ്യൻ റോസ്, മിഡിൽ നോട്ടിലെ ആപ്രിക്കോട്ട്, ഓറഞ്ച് ഫ്ലവർ, ഐറിസ് ബട്ടർ, ബേസ് നോട്ടിൽ അറേബ്യൻ ടൊബാക്കോ, മസ്ക്, റോസ്. ഫ്രാഗ്രന്റിക്ക പ്രകാരമുള്ള നോട്ട് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫ്രാഗ്രന്റിക്കയിലുള്ള നോട്ടാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഫ്രാഗ്രന്റിക്കയിലെ നോട്ട് പ്രകാരം ടോപ്പ് നോട്ടില് ടൊബാക്കോ, സാഫ്രോൺ, ഐറിസ്, മിഡിൽ നോട്ടില് സോൾട്ട് ആൻഡ് കാരമൽ, ഉപ്പ് ചേർത്ത കാരമൽ, പിന്നെ ടോങ്ക, റോസ്. ബേസ് നോട്ടിൽ കോഫി, സ്മോക്ക്, പച്ചൂളി, ആംബർ, മസ്ക്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു മണമല്ല, നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ്. ഇനി ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിഗാർ ടൈപ്പ് ബോട്ടിൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഇബ്രാഹിം അൽ ഖുറേഷിയുടെ ക്യാപ്പ് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലാണ് എപ്പോഴും ഊരി കിട്ടുക. ക്യാപ്പ് വളരെ ശോഭമാണ് ഇവിടെ ക്യാപ്പ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. പിന്നെ കൈകൊണ്ട് ഊരിയെടുത്ത് തിരികെ പ്ലേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. പലപ്പോഴും 2-3 ബോട്ടിൽ വാങ്ങിയിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം നേരിട്ടായിരുന്നു. ഒരു ക്യാപ്പിൽ കുറച്ചും കൂടി അവരൊന്ന് ശ്രദ്ധ കൊടുക്കണം. ഇവിടെയൊക്കെ പെയിന്റ് പോയിട്ടുണ്ട്. ഇവിടെ ഇബ്രാഹിം അൽ ഖുറേഷിനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ബോട്ടിലും പെയിന്റിങ്ങിലൊന്നും വിഷയമില്ല, ജ്യൂസ് പോയിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. ഒന്ന് ട്രൈ ചെയ്യട്ടെ. നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് ഉടനെ തന്നെ സ്മെല്ല് ചെയ്യരുത്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം സ്മെല്ല് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മണം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓപ്പണിങ്ങില് സ്പൈസി നോട്ടാണ് കൂടുതൽ. സ്പൈസി, സാഫ്രോൺ, ഐറിസ്, ടൊബാക്കോ. ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അത് തന്നെയാണ് ആദ്യം കിട്ടിയിരുന്നത്. ടൊബാക്കോ നോട്ട് ചേർത്തിട്ടുണ്ട്. സ്പൈസസ് കുറെ സ്പൈസി നോട്ട്, വാം സ്പൈസി, ഓറിയന്റൽ സ്പൈസി, നട്ട്മഗ്, ജാതിക്കയുടെ കുരുമണം, നട്ട്മഗ്, സിനമൺ, പട്ടയുടെ സ്മെല്ല്. അതന്നെ ഈ ജാതിക്കയും പട്ടയും ഒക്കെ ചേർത്ത് വെച്ചുള്ള ഒരു സ്പൈസി പലവ്യഞ്ജനങ്ങളുടെ ഒരു മണം. പല ടൈപ്പ് പലവ്യഞ്ജനങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഏലം, ചുക്ക്, ജാതിക്ക, കുരുമുളക്, ഇതൊക്കെ ഇട്ട് വെച്ച ഒരു പലവ്യഞ്ജനങ്ങൾ വെക്കുന്ന ഒരു ചന്തയിൽ ഒരു കമ്പോളത്ത് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സ്പൈസി സ്മെല്ല്. അതോടൊപ്പം നമ്മുടെ സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ ഒരു ഹെവി നോട്ട്, ഇതാണ് ടോപ്പ് നോട്ടിൽ കിട്ടുന്നത്. ഒപ്പം ടൊബാക്കോ ഉണ്ട്. ടൊബാക്കോയാണ് ഇതിന്റെ മെയിൻ താരം. ടൊബാക്കോ നോട്ടും ഉണ്ട്. പക്ഷെ എയറിൽ നല്ല സ്വീറ്റ് ആണ്. ബോഡിയിൽ നമുക്ക് ഓരോ സ്പൈസി നോട്ട് അറിയാൻ പറ്റുമെങ്കിൽ എയറിൽ സ്വീറ്റ് നോട്ട് വരും. അതായത് കാരമൽ സ്വീറ്റ് ആയിട്ട് കാരമൽ ടോങ്ങയും കൂടെ ചെയ്യുമ്പോൾ ഒരു സ്വീറ്റ് സ്മെല്ലാണ് എയറിൽ കിട്ടുന്നത്. അടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഒരു
മരുഭൂമിയിൽ റേഞ്ച് റോവർ ലാൻഡ് റോവർ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് ദുബായിലെ ഷെയ്ഖുമാർ അറബികൾ കൂടാറൊക്കെ കിട്ടി മട്ടണും ചിക്കനും വിഭവങ്ങളൊക്കെ വിളമ്പി ഒരു ബെല്ലി ഡാൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാറ്റ് വിഷനുണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കയ്യില് വൈൻ കൈ പിടിച്ചിരിക്കുന്നു അറബിക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നു നല്ല തണുത്ത അന്തരീക്ഷം കൂടെ ഒരുമിച്ചിരുന്ന് മന്തിയും ഒക്കെ കഴിക്കുന്ന ആ ഒരു തീം അറബികളും സുഹൃത്തുക്കളും ബാക്ക്ഗ്രൗണ്ടിലെ കാറും ലൈറ്റും ബെല്ലി ഡാൻസും അറബിക് മ്യൂസിക്കും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു തീമായിട്ട് എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്നത്. സോ ആ ഒരു ഫീൽ ഇത് പൂർണ്ണമായും ഒരു സ്പൈസി അല്ലെങ്കിൽ ഭയങ്കരമായ അറബിക് കുത്തലുള്ള ഒരു പെർഫ്യൂം അല്ല. ചില പെർഫ്യൂം നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ തല പെരുക്കും, അതുപോലെയുള്ളതല്ല, അതുപോലെ ഒരുപാട് സ്പൈസസ് കുത്തി നിറച്ചതല്ല, പക്ഷെ എങ്കിലും കിട്ടും. ഒരു ഡിസൈനർ ടൈപ്പ് മണമല്ല, ഒരു നീഷ് ടൈപ്പ് മണമാണ്. പിന്നെ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു മണമല്ല ഇത്. ഇത്തിരി വ്യത്യാസമുള്ള, അതിപ്പം ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങളുടെ കയ്യിലുള്ളതിൽ തന്നെ അല്പം വ്യത്യാസമുള്ള ഒരു മണമാണ് ഈ ഒരു DNA. ടൊബാക്കോയും കാരമലും സാഫ്രോണും ഐറിസും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സ്മെല്ല്. ഡ്രൈഡോണിൽ നല്ലപോലെ സ്മോക്കി സ്മെൽ ഉണ്ടാവും. ലൈറ്റ് ആയിട്ട് കോഫി നോട്ട് ചേർത്തിട്ടുണ്ട്. ഈ സ്മോക്കി സ്മെല്ല് നമ്മൾ ഒരു വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ ആ പരിസരത്തൊക്കെ ഒരു സ്മോക്കി സ്മെല്ല് നമ്മൾ വന്നു എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള മണം അവിടെ ഉണ്ടാകും. മാഫി മുഷ്കിൽ എന്തൊരു മുഷ്കിൽ വേണം. ഓ അപ്പൊ മേസ്ത്രിയോ, ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. അവരാദ്യം ഓർക്കും ഹെവി പെർഫ്യൂം അടിച്ചിട്ടാണ് വന്നതെന്നുള്ളത്. ഉറപ്പായിട്ട് ഓർക്കും. നമ്മൾ കസിൻസിന്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോൾ ഒക്കെ നമ്മൾ അടിച്ചിട്ട് പോയാൽ അവർക്ക് ഉറപ്പായിട്ടും ഈ മണം ഡിറ്റക്ട് ചെയ്യും, കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഹെവി ഡോസ് ആയിട്ട് അടിച്ചിട്ടുള്ളത്. സോ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്ന, പമ്പ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് ഇബ്രാഹിം അൽ ഖുറേഷിയുടെ പെർഫ്യൂംസിന്റെ ലോങ്ജിവിറ്റിയെ കുറിച്ച് ഞാൻ പറയാനാണല്ല, സ്ട്രോങ് ആണത്. എക്സ്ട്രേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു 9-10 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി വരുന്നത്. ഇൻസൈൻ എമൗണ്ട് ഓഫ് ലോങ്ജിവിറ്റി ആണ് അത്, പറയാതിരിക്കാൻ വയ്യ. ലോങ്ജിവിറ്റി വളരെ സ്ട്രോങ് ആണ്. പ്രൊജക്ഷൻ 4-5 മണിക്കൂർ തന്നെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്യും. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8-10 സ്പ്രേ. ഉപയോഗിക്കേണ്ട കാലാവസ്ഥ രാത്രിയും വൈകുന്നേരവും. പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. കല്യാണം പോലുള്ള ചടങ്ങുകൾ, രാത്രിയിലെ ഡിന്നറിന്, ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ, കാറിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു മണം, ഇറങ്ങി വരുന്ന ആ ഒരു, അതിനോടൊപ്പം തന്നെ ഒരു മണവും ഉണ്ടാവും. അപ്പൊ അതുപോലെ കാറിൽ നിന്നൊക്കെ അടിച്ചിട്ട് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അത്തരം ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. രാത്രിയിലെ ഏത് പരിപാടി, നേരം പുറത്ത് പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ബൈക്കിലോ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. അതുപോലെ ഇത് ഇത്തിരി റിച്ച് ആയിട്ടുള്ള ഒക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഒക്കേഷൻസ് നമ്മൾ ട്രൈ ചെയ്യാം. വെറുതെ ചുമ്മാ അടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിനൊരു ക്യാരക്ടർ ഉണ്ട്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങി അടിക്കാൻ, അല്ലാതെ വെറുതെ അടിച്ചിട്ട് പറ്റുന്നതല്ല. വല്ലപ്പോഴൊക്കെ ഓഫീസിൽ വളരെ സ്പെഷ്യൽ ഡേ ആണെങ്കിൽ ഓഫീസിൽ യൂസ് ചെയ്യാം. ഡെയിലി അല്ല, വല്ലപ്പോഴും. അതായത് നിങ്ങൾ ഇപ്പം ഓഫീസിലൊക്കെ സ്ഥിരം ഒരു വസ്ത്രം ഇട്ടിട്ട്, എന്നാൽ പുതിയ ഉടുപ്പിട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് പോയി ഇന്നേ ദിവസം ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ സെറ്റ് ആയിരിക്കും എന്ന് തോന്നുന്ന ആ ദിവസം, ആ ഒരു സ്പെഷ്യൽ ഡേ, ആ ഒരു മൊമെന്റിൽ ഇവനെ കൊണ്ടുപോകാം, അടിക്കാം. അല്പം മെച്ചുവർ ആയിട്ടുള്ളവർ യൂസ് ചെയ്യുക, മെൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മെച്ചുവർ നമുക്ക് ഒരു 10-23 വയസ്സ് കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് ലെയർ ചെയ്യാനാണെങ്കിൽ ഞാൻ നല്ലൊരു ഓപ്ഷൻ പറയാം. ഡോൾച്ചെ ആൻഡ് ഗബാന 180, ഞാൻ ഇതുമായിട്ടാണ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോൾച്ചെ ആൻഡ് ഗബാനയുടെ ആ ഒരു ഫ്രഞ്ച് റൊമാൻറ്റിക് സ്മെല്ലും ആ റൊമാൻറ്റിക് മണവും അല്പം അറബിക്കും കൂടെ ചേരുമ്പോൾ ഇതിനും ഒരു ഫ്രഞ്ച് സ്വഭാവമുണ്ട്. ഫ്രഞ്ച് ശരിക്കും പറഞ്ഞത് യൂണിക് ലക്ഷറിയുടെ ക്രഷ് ഓൺ മീ എന്ന പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് ആണ് ഈ ഒരു പെർഫ്യൂം. ഏകദേശം 10-18,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമാണ്. അതിന്റെ ഇൻസ്പയർഡ് ആണിത്. അപ്പോൾ അതൊരു ഫ്രഞ്ച് പെർഫ്യൂമാണ്. എന്നാൽ ഇതിൽ സ്വല്പം അറബിക് ഇതും കൂടെ ചേർത്തിട്ട് വരുന്നൊരു ടൈപ്പാണ്. അതിന്റെ കൂടെ നമ്മൾ ഡോൾച്ചെ ആൻഡ് ഗബാനയും കൂടി ലെയർ, ഇതൊരു 3 സ്പ്രേ, ഇതൊരു 8-9 സ്പ്രേ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. ആ ഒരു ഫ്രഞ്ച് ശൈലിയും യൂറോപ്യൻ ശൈലിയും അറബിക് ശൈലിയും ചേർത്ത് വരുന്ന ഒരു പ്രത്യേകതരം ഒരു ഫീൽ. ഏഷ്യൻ യൂറോപ്പ് ഭൂഖണ്ഡങ്ങൾ ഒരുമിച്ച് ചേരുന്ന പോലെ ആ ഒരു ഫീൽ കിട്ടും. എന്റെ അഭിപ്രായത്തിൽ ഇതും കൂടെ ലെയർ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനകത്തുള്ള കാർഡമം, പിന്നെ ചെറിയ സ്പൈസിനെസ്, അല്പം സ്വീറ്റ് ബൂസി നോട്ടും, ഇതിലുള്ള ഐറിസും ടൊബാക്കോയും രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും. രണ്ടും കൂടെ ട്രൈ ചെയ്ത് മിക്സ് ചെയ്തിരിക്കുക. ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് അടിക്കാറുണ്ട്. 2 തവണ അടിച്ചത് അങ്ങനെയായിരുന്നു. ഒരു കാരണവശാലും ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. 5 ml അല്ലെങ്കിൽ 10 ml ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് രാത്രി വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുക. പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുന്ന തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ, ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. 5 ml 10 ml അവൈലബിൾ ആണ്. കമന്റിൽ പുതിയ ഗ്രൂപ്പിന്റെ ലിങ്കും ഫോൺ നമ്പറും മെൻഷൻ ചെയ്യാം.